ഇന്ത്യ ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കടൽ കേന്ദ്രീകരിച്ചാണ്. അവിടെ തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് ചൈനയുടെ വലിയ ഭീഷണിയെല്ലാം ഈ മേഖലയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ നാവികസേനയെല്ലാം വലിയ രീതിയിൽ ആയുധങ്ങൾ ശേഖരിക്കുകയും തങ്ങളുടെ പുതിയ കപ്പലുകൾ നവീകരിക്കുന്നതെല്ലാം ചെയ്യുന്നത് നാം പലതവണ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിന് ശക്തി പകരുന്ന ഒരു നീക്കം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതായത് നമ്മൾ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഒരു ആയുധം, അതായത് മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ ആണ്. അത് കടലിൽ നിക്ഷേപിക്കുന്നതാണ്. ഈ ശത്രു രാജ്യങ്ങളുടെ കപ്പലുകളെയും അന്തർവാഹിനികളെയും ലക്ഷ്യമിട്ട് ചെയ്യുന്ന ഒരു യുദ്ധതന്ത്രമാണ്, ഒരായുധമാണത്. അത് ഇപ്പോൾ നമ്മൾ തദ്ദേശീയമായിട്ട് നമ്മൾ തന്നെ രൂപകൽപ്പന ചെയ്ത് നമ്മൾ നിർമ്മിച്ചെടുത്ത ഒരു ആയുധമാണത്. അത് ഈ നാവികസേനയുടെ കടലിനടിയിലെ യുദ്ധശേഷി കൂടുതൽ വർദ്ധിപ്പിക്കും എന്നാണ് വിലയിരുത്തൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശത്രുരാജ്യങ്ങളുടെ അന്തർവാഹിനികൾ, അതുപോലെ കൂറ്റൻ പടക്കപ്പലുകൾ, ഇതിനെയൊക്കെ ലക്ഷ്യമിട്ട് നമ്മൾ കടലിനടിയിൽ പലതരത്തിലുള്ള ഈ മൈനുകൾ സ്ഥാപിക്കാറുണ്ട്. അതിൽ ഏറ്റവും പുതുതായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു മൈനാണ് ഈ മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ എന്ന് പറയുന്നത്. ഇത് DRDO ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് എന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ സവിശേഷതകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച DRDOയെയും നാവികസേനയെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഈ നാവികസേനയുടെ വിശാഖപട്ടണത്തുള്ള ഒരു വിങ്ങുണ്ട്. അവരും ഈ DRDOയിൽ ശാസ്ത്രജ്ഞന്മാരും കൂടെ ചേർന്നാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രതിരോധ ഗവേഷണ വികസന വകുപ്പ് സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ കാരണം ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ ഇന്ത്യ വലിയ സംഘർഷത്തിന് തുല്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കടലിലാണല്ലോ. നാവികസേനയുമായി ബന്ധപ്പെട്ടാണ് പല നീക്കങ്ങളും ഈ ഘട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വിക്രാന്ത് അടക്കമുള്ളവ കടലിൽ വിന്യസിച്ചിട്ടുണ്ട്. കറാച്ചി പോർട്ടിനെ ലക്ഷ്യമാക്കി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ വിന്യസിച്ചിരിക്കുകയാണ് വിക്രാന്തിന്, INS വിക്രാന്ത്. അതിൽ നിന്നും മിസൈൽ പരീക്ഷണം ഉൾപ്പെടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നാവിക കടൽ മേഖലയിൽ, കടൽ പ്രദേശത്ത്, തീരപ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സുരക്ഷ? അത് വാസ്തവം പറഞ്ഞാൽ ഈ കടലിൽ നമ്മുടെ നാവികസേന ഇത്രയും ആധുനികവൽക്കരിക്കുകയും അത് നമ്മൾ വലിയ തോതിൽ നാവിക അഭ്യാസങ്ങൾ സംഘടിപ്പിക്കുകയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പാകിസ്ഥാനെ ലക്ഷ്യമിട്ടല്ല. വാസ്തവത്തിൽ പാകിസ്ഥാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒന്ന് തുമ്മിയാൽ തെറിച്ചു പോകുന്ന അവസ്ഥയാണ് പാകിസ്ഥാൻ. അത്രയ്ക്ക് ദുർബലമാണ് പാകിസ്ഥാൻ. പക്ഷേ നമ്മൾ ഈ കടലിൽ നമ്മൾ ഇത്രയും വലിയ കരുത്ത് നേടുന്നത് ചൈനയുടെ ആ വെല്ലുവിളി നേരിടാനാണ്. ചൈന വലിയ തോതിൽ ചൈനയിൽ നിന്ന് നമ്മുടെ അറിയാമല്ലോ, ഈ ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷ്യൻ ബേ ഓഫ് ബംഗാൾ വഴി ഈ പറയുന്നത് പോലെ ശ്രീലങ്കയിലേക്ക് അവർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ ഇടക്കാലത്ത് സാധിച്ചിരുന്നു. ഇപ്പോൾ ശ്രീലങ്ക ആ സഹായമൊക്കെ വേണ്ടെന്ന് വെച്ച് ചൈനയുടെ കടം കുറേയൊക്കെ വീട്ടി ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നകന്ന് വരികയാണ്. അവിടെ നേരത്തെ മഹീന്ദ രാജപക്സയുടെ ഭരണകാലത്ത് ചൈനയും അവരുമായിട്ട്, ശ്രീലങ്കൻ ഗവൺമെൻറ്റുമായിട്ട് വലിയ ഒരു സഹകരണമായിരുന്നു, സൈനിക രംഗത്തും അല്ലാതെയും. ശ്രീലങ്കയുടെ പോർട്ട് നിർമ്മിച്ചതും അറ്റകുറ്റപ്പണി ചെയ്യുന്നതും നവീകരിച്ചതും ഒക്കെ ചൈനയാണ്. ചൈന ഇതൊന്നും വെറുതെ ഒന്നും കാണാതെ സൗജന്യമായിട്ടൊരു സേവനവും കൊടുക്കുന്ന രാഷ്ട്രമല്ല എന്ന് നമുക്കറിയാം. വളരെ കൃത്യമായിട്ട് നമ്മുടെ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ലക്ഷ്യമിട്ട് ആണ് ചൈന ശ്രീലങ്കയുമായിട്ടൊരു തന്ത്രപ്രധാനമായ സഹകരണം ഉണ്ടാക്കിയെടുത്തത്. അത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഈ വെല്ലുവിളി എന്താണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ വലിയ തോതിൽ നമ്മുടെ ഈ നാവികസേനയെ, ആണവ അന്തർവാഹിനി ഉൾപ്പെടെയുള്ള നമ്മുടെ നാവികസേനയെ നവീകരിക്കാൻ പരിപാടിയിട്ടു. എന്ന് മാത്രമല്ല, ഈ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിൽ ചില ദ്വീപുകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു.
അവിടെയെല്ലാം സൈനിക യൂണിറ്റുകൾ തുടങ്ങി. അതുപോലെ അവിടെ നാവികസേനയുടെ ചില ഓഫീസുകൾ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ ഒക്കെ അവിടെ തുടങ്ങി. വിശാഖപട്ടണം കേന്ദ്രീകരിച്ച് വലിയ തോതിൽ നമ്മുടെ ആ സമുദ്ര അതിർത്തിക്കുള്ളിൽ വലിയ രീതിയിൽ നമ്മുടെ നാവികസേനയെ വിന്യസിച്ചു. പലതരം അഭ്യാസങ്ങൾ നടത്തി, പല വിദേശ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് അഭ്യാസ പ്രകടനങ്ങൾ നടത്തി ഒക്കെ ചെയ്തു. ശ്രീലങ്കയുമായിട്ട് നയതന്ത്ര തലത്തിൽ നമ്മളൊരു പുതിയ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അതുവഴി ശ്രീലങ്കയ്ക്ക് വലിയ സഹായങ്ങൾ നമ്മൾ കൊടുത്തു. അതിലൂടെ ശ്രീലങ്ക ചൈനയുമായിട്ടുള്ള സഹകരണം കുറയ്ക്കുകയും നമ്മളുമായിട്ടുള്ള സഹകരണം കൂട്ടുകയും ചെയ്തു. അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ ശ്രീലങ്കയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണല്ലോ ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെങ്കിൽ കൂടി അവിടുത്തെ ആ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും ആ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഇന്ത്യയോട് വലിയ സൗഹാർദ്ദപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. വലിയ തോതിൽ അവർ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നു. അവർക്കറിയാം കമ്മ്യൂണിസ്റ്റ് ചൈനയെ ഒരിക്കലും വിശ്വസിക്കരുത്, അതേസമയം ഇന്ത്യയെ നമുക്ക് വിശ്വസിക്കാം. ഇന്ത്യ ഇത്രയും അടുത്ത് കിടക്കുന്ന ഒരു രാഷ്ട്രമാണ്. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ധനുഷ്കോടിയിൽ നിന്ന്, രാമേശ്വരത്തെ ധനുഷ്കോടിയിൽ നിന്ന് നടന്നു പോകാവുന്ന ഒരു മാർഗം പണ്ടുണ്ടായിരുന്നു, ലങ്കയിലേക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. രാമസേതു എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. രാമൻ നിർമ്മിച്ച സേതുവാണത്രേ അത്. ഇന്ന് തകർന്ന് കടലിനടിയിൽ കിടപ്പുണ്ട്. അതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ശ്രീലങ്കയ്ക്ക് എല്ലാ കാലത്തും ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സുഹൃത്ത് ഇന്ത്യ തന്നെയാണ് എന്ന് ശ്രീലങ്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ഏത് സർക്കാർ ഭരിച്ചിരുന്നാലും അവർ ഇന്ന് ആ സത്യം പരിപൂർണമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയുമായുള്ള സഹകരണം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ കടൽ സുരക്ഷ അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു ഒരു കാലത്ത് നമുക്ക്. പക്ഷേ നമ്മൾ ആ സത്യം തിരിച്ചറിഞ്ഞ് ചൈന വലിയ തോതിൽ നമ്മുടെ ഈ ദ്വീപ് സമൂഹങ്ങളടക്കം പിടിച്ചെടുക്കാനും ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനും ഇന്ത്യക്ക് ചുറ്റും 7 രാജ്യങ്ങളുമായിട്ട് ചൈന തന്ത്രപ്രധാനമായ സഹകരണം ആരംഭിച്ചു. അതിൽ ഒടുവിലത്തേതായിരുന്നു ശ്രീലങ്ക. ഇപ്പോൾ ഇന്തോനേഷ്യ ആയാലും അതുപോലെ മറ്റ് പല രാജ്യങ്ങളും ചൈന അവിടെയെല്ലാം വ്യാപാരം മാത്രമല്ല അവർക്ക് വലിയ തോതിൽ സഹായങ്ങൾ ചെയ്യുകയും അവരുമായിട്ട് ചില കരാറുകളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ആ വെല്ലുവിളി മനസ്സിലാക്കിക്കൊണ്ട് 2014 മുതൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വളരെ ശക്തമായ ചില നീക്കങ്ങൾ നടത്തുകയും മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്ത് പതുക്കെ ഈ ചൈനയുടെ ഭീഷണി നമ്മുടെ ഈ സമുദ്ര അതിർത്തിയിലെ ഭീഷണിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മുംബൈ സ്ഫോടനത്തിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അന്ന് ആ ഭീകരവാദികൾ കടന്നു വന്നത് കടലിലൂടെയായിരുന്നു. തീർച്ചയായിട്ടും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ചൈനയുടെ ആ ഭീഷണി വലിയ തോതിൽ നമുക്ക് ഒരു അവസാനം ഉണ്ടാക്കാൻ സാധിച്ചു. ഇപ്പുറത്ത് അതുപോലെ തന്നെ 2008 നമുക്കറിയാം മുംബൈ ഭീകരാക്രമണം 26/11 കടൽ വഴിയാണ് അവർ കടന്നു വന്നത്. ഒരു മത്സ്യപ്രവർത്തകരുടെ, അതായത് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് പിടിച്ചെടുത്ത് വളരെ തന്ത്രപരമായിട്ട് അതിലുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം അവർ കൊലപ്പെടുത്തി. ആ ബോട്ടിലാണ് അവർ ബോംബെ തീരത്തേക്ക് എത്തിയത്. അത് അന്ന് ഈ പറയുന്നത് പോലെ നമ്മുടെ നാവികസേനയ്ക്കോ അല്ലെങ്കിൽ ഈ നമ്മുടെ ഇൻ്റലിജൻസിനോ അത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അത് ഒരു വലിയ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഒരു വലിയ വീഴ്ച തന്നെ അന്നുണ്ടായി. അന്ന് നമുക്കറിയാം മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ ആദ്യ UPA സർക്കാരിൻ്റെ അവസാന നാളുകളായിരുന്നു അത്. ആ സമയത്താണ് ഇത്രയും വലിയൊരു ആക്രമണം നടന്നത്. എന്തായാലും അതിനുശേഷം നമ്മളൊരു വലിയ പാഠം പഠിച്ചു. കൃത്യമായിട്ടും അന്ന് തൊട്ട് നമ്മൾ വലിയ തോതിൽ സൈന്യത്തെയും നമ്മുടെ നാവികസേനയൊക്കെ പരിഷ്കരിക്കാൻ ആരംഭിച്ചു. അത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി അതിന് ഗതിവേഗം വർദ്ധിച്ചു. മോദി സർക്കാർ വളരെ തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൂടെ വലിയ രീതിയിൽ ഫണ്ടൊക്കെ കൊടുത്ത് നമ്മുടെ ഈ പഴയ ആണവ അന്തർവാഹിനികളൊക്കെ മാറ്റി പുതിയത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ചിലത് കമ്മീഷൻ ചെയ്തു, പുതിയ കപ്പലുകൾ വരുന്നു. INS വിക്രാന്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ INS തമല്ല എന്ന് പറയുന്ന ഒരു കപ്പലുണ്ട്. അതൊക്കെ ഇപ്പോൾ താമസിയാതെ റഷ്യ അത് കമ്മീഷൻ ചെയ്യാനിരിക്കുകയാണ്, പുതിയൊരു കപ്പൽ കൂടി. 2016 നമ്മളതിന് നിർമ്മിക്കാനുള്ള ഉത്തരവ് കൊടുത്തത്, കരാറിൽ ഏർപ്പെട്ടത്. എന്തായാലും വലിയ തോതിൽ നമുക്ക് ഈ കടൽ മാർഗമുള്ള വെല്ലുവിളി നമ്മുടെ നാവികസേനയ്ക്ക് നേരിടാൻ തക്കവണ്ണമുള്ള പ്രാപ്തി നമ്മുടെ നാവികസേനയ്ക്ക് ഉണ്ടായിരിക്കുന്നു. അതിൽ ഒരു നാഴികക്കല്ലാണ് ഈ പറഞ്ഞതുപോലെ മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ
അത് തദ്ദേശീയമായിട്ട് രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിച്ചെടുക്കാനും നമുക്ക് സാധിച്ചു. അതായത് പരിപൂർണമായിട്ടും അതൊരു ഇന്ത്യൻ കുട്ടിയാണ്, ഇന്ത്യയുടെ തന്നെ സ്വന്തമാണ്, മറ്റൊരു രാജ്യത്തിനും അതിൽ പങ്കില്ല, മറ്റാരുടെയെങ്കിലും ടെക്നോളജി വാങ്ങിയിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തതല്ല, മറിച്ച് നമ്മൾ തന്നെ ഒരു ടെക്നോളജി ഉണ്ടാക്കി, നമ്മൾ തന്നെ ഒരു ടെക്നോളജി കണ്ടെത്തി, ആ സാങ്കേതിക വിദ്യയിൽ ഊന്നി നമ്മൾ നിർമ്മിച്ച ഒരു മൈനാണ്. അത് നാവികസേനയ്ക്ക് ഒരു മുതൽക്കൂട്ടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.